എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ നാളെ മുതൽ ആരംഭിക്കും. നാളെ മുതൽ ജൂലൈ 21 വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ വരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള, അതായത് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിനകം പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ ആരൊക്കെ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ്. അതുപോലെ തന്നെ വീണ്ടും ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ വീണ്ടും ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ ആയിരുന്നാലും വിദ്യാർത്ഥികൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ന്യൂ വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് ഈ ഒരു പേജിൽ വരുന്നതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നാളെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷന് ഇതുവരെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതായത് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കൗൺസിലിങ്ങിൽ പങ്കെടുപ്പിക്കുന്നതല്ല. അപ്പോൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് വളരെയധികം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്ക് വരുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. നാളെ വൈകുന്നേരത്തോടെ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോൺ വഴി തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അക്ഷയയിലോ മറ്റോ പോവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഭാഗത്തുള്ള, അതായത് ഇവിടെ നിങ്ങൾക്ക് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് നോഡൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യേണ്ടാകും. അതായത് ഓരോ ജില്ലയിലെയും ഹെഡ് പോളിടെക്നിക് കോളേജാണ് ഈ ഒരു നോഡൽ പോളിടെക്നിക് കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോളിടെക്നിക് കോളേജ് ഓരോ ജില്ലയിലും ഓരോ എണ്ണം മാത്രമാണ് ഉണ്ടാവുക. അതായത് 14 നോഡൽ പോളിടെക്നിക് കോളേജാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു, അതായത് ഏതൊക്കെയാണ് നോഡൽ പോളിടെക്നിക് കോളേജ് എന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ്സിൽ നോഡൽ പോളിടെക്നിക് കോളേജ് കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ജസ്റ്റ് നോക്കിയേക്കാം. അതായത് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പോൾ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജ് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നോഡൽ പോളിടെക്നിക് കോളേജ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ നോഡൽ പോളിടെക്നിക് കോളേജ് ഏതാണ് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഒരു ജില്ലയിലേക്ക് മാത്രമല്ല മറ്റു ജില്ലകളിലേക്കും അപേക്ഷിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മറ്റൊരു ജില്ല കൂടി നൽകണമെങ്കിൽ ഓരോ തവണ ഈ ഒരു രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. ആദ്യം കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏതാണ് നോഡൽ പോളിടെക്നിക് കോളേജ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ മൊബൈൽ നമ്പറും നൽകുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു കൗൺസിലിംഗ്, അതായത് രജിസ്ട്രേഷൻ കൗൺസിലിങ്ങിൻ്റെ ആ ഒരു സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞുള്ള ആ ഒരു നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പോളിടെക്നിക് കോളേജ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് കൂടി അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്നിലധികം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അടുത്തതായിട്ട് കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുള്ള ലിങ്ക് വരുന്നതായിരിക്കും പിന്നീട്. അപ്പോൾ ആ ഒരു കൗൺസിലിംഗ് ലിങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് നോഡൽ പോളിടെക്നിക് കോളേജിലേക്കാണ് ആ ഒരു അപേക്ഷ കൊടുത്തിട്ടുള്ളത് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ നേരെയായിട്ട് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതിനുശേഷം ഇന്ന റാങ്ക് മുതൽ ഇത്ര റാങ്ക് വരെ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന സമയത്ത് പോയിട്ട് അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ റാങ്ക് എത്രയാണ്, നിങ്ങൾ ഏത് സമയത്താണ് പോയിട്ട് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു സമയത്ത് പോയിട്ട് അതിൽ പങ്കെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ATM മുഖാന്തരം, അതായത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു 22 മുതൽ 26 തീയതി വരെയാണ് ഈ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് ജില്ലാതലത്തിലുള്ള കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.